ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും കായും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മത്തങ്ങയും ഒരു കറിക്ക എടുത്തത് അരിഞ്ഞതും കൂടിയാണ്. അതൊരു കുക്കറിലിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെക്കുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും കായും വെന്ത് കിട്ടും. ആ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയെടുക്കാം. ആ തേങ്ങ ചിരവിയതും 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 2 അല്ലി കൊച്ചുള്ളി കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ കായും മത്തങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഈ കായും മത്തങ്ങയും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പരിപ്പ് ചേർക്കാത്തതുകൊണ്ട് കൊഴുപ്പ് കുറവാണ്. പരിപ്പ് ചേർത്തും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ നന്നായി ഉടച്ചെടുത്ത് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ പരിപ്പ് ചേർക്കാത്തത് കൊണ്ട് കൊഴുപ്പ് കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കത്തിച്ച് നമ്മുടെ അടുപ്പിൽ ഈ കറി എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മത്തങ്ങയും പരിപ്പും കൂടി ഇട്ട് കറി വെക്കും. മത്തങ്ങയും അതുപോലെ തന്നെ കായും പയറും കൂടി ഇട്ട് കറി വെക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കറി നമുക്കൊന്ന് ചെറു തീയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒത്തിരി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കറി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറി എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ കറിക്ക് കടുക് വറക്കുവാനായി ചീനച്ചട്ടി എടുത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്വല്പം കടുക് കൂടി ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഒന്ന് മൂത്ത് വന്ന് ഒരു ബ്രൗൺ കളർ പരുവത്തിലാവുമ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ മത്തങ്ങയും കായും കൊണ്ടുള്ള എരിശ്ശേരി നമ്മുടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് വഴിയായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക വേണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൺ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വഴിയായി കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.